നഷ്ടം വന്നില്ല. അതും അതർ റവന്യൂ ഉള്ളതുകൊണ്ട് നഷ്ടം വന്നില്ല. OTTയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം കൂടെ വലിയ എമൗണ്ട് പോയി, അതുകൊണ്ട് നഷ്ടം വന്നില്ല. നിങ്ങൾ പറയുന്നത് പോലുള്ള പ്രശ്നമൊന്നും UDF ഇല്ലല്ലോ. UDFിൻ്റെ ചരിത്രം ഫോളോ ചെയ്യുന്നവർക്ക് താരതമ്യേന ഇത്രയും പ്രശ്നരഹിതമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 27 വർഷമായി UDFിൻ്റെ ഭാഗമായിട്ട്. അന്നത്തേൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒറ്റപ്പെട്ട ചില സ്വരങ്ങൾ വരുന്നു. അതല്ലാത്ത പക്ഷം വളരെ താഴെ തട്ടിലോട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അവസരം ഉണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, 500 വോട്ട് തികച്ചു മറിക്കാൻ ഒരു നേതാവിനും പറ്റില്ല. കാരണം താഴെ തട്ടിലോട്ടുള്ളവരുടെ വികാരം വ്യത്യസ്തമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അന്നേരം ഈ പറയുന്നവർ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നും പ്രതികൂലമായി ബാധിക്കത്തില്ല. സ്വാഭാവികമായി അനയിക്കാമെന്നുള്ളൊരു സന്ദേശം അത് പൊതുസമൂഹത്തിന് അരോചകമായി തോന്നുകയാണ്. അത് ഒഴിവാക്കാൻ എല്ലാവരും പക്വത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരാന്ന് വെച്ചാൽ ഇതൊന്നും UDFിനെ ബാധിക്കത്തില്ല. പക്ഷേ ഇവന്മാർ തമ്മിലടിക്കാരാന്നൊരു മെസ്സേജ് പോകുന്നത് നല്ലതല്ല, അത് ഒഴിവാക്കണം. ഓക്കെ, ഫാനിട്ടേര്. സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ രക്ഷിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു നഷ്ടമല്ലേ ഉണ്ടാവുന്നത്. ഇങ്ങനെ സിനിമാ നടന്മാരും പ്രൊഡ്യൂസേഴ്സും പ്രശ്നം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എല്ലാം ഉണക്കുന്ന എള്ളെണ്ണയ്ക്ക് ആട്ടും കാഷ്ടം ഇട്ട് ഉണക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇതിൻ്റെ ഭാഗമല്ലല്ലോ. നമ്മളൊരു ബിസിനസ് എന്നുള്ള നിലയിൽ അതിലേക്ക് ഇറങ്ങി. അത് സ്വാഭാവികമാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഈ മാധ്യമങ്ങൾ വരുന്നത്. അവസാനം തിയേറ്ററിൽ ഇറങ്ങി ആ 2 മണിക്കൂർ ഈ സാധനം കൊള്ളാമെങ്കിൽ ആൾ കയറും, സാധനം കൊള്ളത്തില്ലെങ്കിൽ ആൾ കയറത്തില്ല. പിന്നെ അതിന്മേൽ കിടന്ന് ഈ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്. ഓഫ് ദ റെക്കോർഡ് ഈ സിനിമാ മേഖല മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ കിടന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു സിനിമ ദാവീദ് ഇറങ്ങിയില്ല, ഇത് നല്ല സിനിമ എന്നല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കളക്ഷനൊന്നും കയറുന്നില്ല. ഇപ്പോൾ ആരും തിയേറ്ററിൽ വരുന്നില്ല, അപൂർവ സിനിമയ്ക്കേ വരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അതൊന്നും അല്ല, സാധാ പഴയ രീതിയിലാണെങ്കിൽ അതൊന്നും അല്ല കിട്ടുന്നത്. നഷ്ടം വന്നില്ല. അതും അതർ റവന്യൂ ഉള്ളതുകൊണ്ട് നഷ്ടം വന്നില്ല. OTTയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം കൂടെ വലിയ എമൗണ്ട് പോയി, അതുകൊണ്ട് നഷ്ടം വന്നില്ല. രണ്ടാം ഭാഗമോ ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരാലോചനയുമില്ല. അതായത് ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി മാറി. ആദ്യം തുടങ്ങിയപ്പോൾ അതുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു എന്നല്ലാതെ അതും കുറച്ച് ഉള്ളൂ. പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ട് എനിക്ക് അതുമായിട്ട് യാതൊരു. പക്ഷെ രണ്ടാം ഭാഗം എന്നുള്ളത് ഇപ്പോൾ ആലോചനയിലില്ല എന്ന് തറപ്പിച്ചു.